ഇന്നത്തെ നമ്മുടെ റെസിപ്പി അയക്കൂറ അഥവാ നെയ്മീൻ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാലയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ ഏത് ഫിഷ് വേണമെങ്കിലും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഷ് മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു 5 പീസ് അയക്കൂറ എടുത്തിട്ടുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ലൈറ്റായിട്ട് മതി. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതുപോലെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിഷിൽ മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫിഷ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ രണ്ട് സൈഡും ഒരു 10 മിനിറ്റ് വീതം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ അധികം മാരിനേഷൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിൽ മസാലപ്പൊടികളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഉലുവ, ഒരു 1/4 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഞാനിവിടെ ഒരു 2 വലിയ സവാള ഇതുപോലെ നൈസായിട്ടും അതുപോലെ ചെറുതായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചെറിയുള്ളി, ഏകദേശം 1 കപ്പോളം ചെറിയുള്ളി, ഒരു 20-25 ചെറിയുള്ളി ഉണ്ടാവും, ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് മുറിച്ചിട്ടെടുത്തതല്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയുള്ളി തന്നെ മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തവരാണെങ്കിൽ സവാള മാത്രമായിട്ട് ചേർത്തിട്ടും ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ അവസാനം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് എരിവ് ഉണ്ടാവില്ല ലാസ്റ്റിൽ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സവാള ഇതുപോലെ വഴണ്ട് വന്നാൽ ഒരു 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു മസാലപ്പൊടിയുടെ സ്മെല്ലൊക്കെ മാറുന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സവാള നല്ല പോലെ വഴന്നതിന് ശേഷം മാത്രമാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് മസാലയ്ക്ക് ഒരു മധുരമായിരിക്കും ഉണ്ടാവുക, മധുരമായിരിക്കും മുന്നിൽ നിൽക്കുക ആ ഒരു സവാളയുടെ. പിന്നെ തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ഇളക്കി നോക്കുമ്പോൾ അറിയാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സവാളയൊക്കെ ഓൾറെഡി നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു തേങ്ങയുടെ പകുതിയോളം ചിരകിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് അടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തതാണ്. അത് ചേർത്തിട്ട് നമുക്കിത് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് തന്നെ ഇതൊന്നങ്ങ് കുറുകി വരും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓൾറെഡി നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് കുക്കായി വന്നതാണ്. എന്നാലും ഈ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ നമ്മുടെ മസാലയിൽ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ ഫിഷിൽ നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം.
ഇനി ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നെയ്മീനൊക്കെ വളരെ വില കുറഞ്ഞ സമയമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് ഇനിയും വരാം. അതുവരേക്കും താങ്ക്